ഒരിക്കലും തീരാൻ പാടില്ലാത്ത സമ്മർ ക്യാമ്പ് എന്ന് പറയില്ലേ, അതുപോലെയാണ്. നിശാന്ത് ഇപ്പം ഒരു സീനിൽ എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ട് പോയിട്ട് തിരിച്ചെന്ന് പറയാം, ഞാൻ ഇപ്പൊ പറഞ്ഞത് ബാഡാണ് എന്ന് പറഞ്ഞിട്ട് പോകും. ഈ പടത്തിൽ ഞാൻ എനിക്കാണ് നീതി ലഭിക്കുന്നത്. 2 മണിക്കൂർ ഇറങ്ങിയുള്ള സാറേ, ഓൾറെഡി കാണും. നല്ലൊരു കണ്ടന്റിൽ ആരെ കൊണ്ട് ഇപ്പൊ പ്ലേസ് ചെയ്താലും ആള് രക്ഷപ്പെടും. ശരിക്കും നമുക്ക് വലിയ പണിയില്ലല്ലേ, പുള്ളി നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, നമ്മളങ്ങ് ചെന്ന് നിന്നാ മതി. അങ്ങനെയാണ്. ഞാൻ രക്ഷയുടെ പുറകെ നടന്ന് ഒരു 5000 പ്രാവശ്യം ഇത് ചെയ്യോ എന്ന് ചോദിച്ചു. രക്ഷ പറഞ്ഞ് ചെയ്യത്തില്ല എന്ന്. ലൊക്കാർണോയിലാണ് ദിവ്യക്ക് ഫാൻസ് കൂടുതലെന്നാണ്. പുള്ളിയുടെ പേരിൽ ഒരു കട വരും. മെസ്സേജ് ആരൊക്കെയാണ് വിചാരം? അനുറയുടെ ഡയറക്ടർക്ക് ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചെയ്യും. ഞാൻ ആ അച്ഛന്റെ പേര് ഉപയോഗിച്ച് ഹോട്ടലുകളിൽ സീറ്റ് കിട്ടാൻ മാത്രമേ അങ്ങനെയുള്ള പരിപാടിയെല്ലാം ഉപയോഗിച്ചിട്ടുള്ളൂ. പ്രിയദർശൻ സാറിന്റെ ഒരുപാട് സാധനങ്ങൾ ഞാൻ ചെയ്തു. ബേസിക്കലി കോമഡിയാണ്. പ്രിയദർശൻ, ഇറ്റ്സ് ലൈക്ക് എ പ്രിയദർശൻ ഫിലിം, ബട്ട് സാധാരണ നമ്മൾ ഈ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് നമ്മളൊക്കെ ഒരുപാട് വ്യാകുലപ്പെടും, ആങ്സൈറ്റി, സ്ട്രെസ്സ്. എന്നാൽ വിദൂര ഭാവിയിൽ നടക്കുന്ന ഒരു ഫ്യൂച്ചറാണ് ഇപ്പോഴത്തെ ചർച്ച. മസ്തിഷ്ക മരണം. സിനിമയുടെ സംവിധായകൻ കൃഷാന്ത്, നടി ദിവ്യപ്രഭ, നിരഞ്ജൻ മണിയൻപിള്ള. അപ്പോൾ വെൽക്കം. ഇപ്പോൾ ഈ സിനിമയുടെ പേര് തന്നെ മസ്തിഷ്ക മരണം, ഫ്രാങ്കൻ ബൈറ്റിംഗ് ഓഫ് സൈമൺ മെമ്മറീസ്. ഈ ഫ്രാങ്കൻ ബൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഓഡിയോ എഡിറ്റിംഗ് ടെക്നിക്കാണ്. അപ്പം ഈ ഫ്രാങ്കൻ ബൈറ്റിംഗ് എന്നുള്ളൊരു പേര് എന്താണ് ഇതിനകത്ത് വരാനുള്ള ഒരു കാരണം? കാരണം കൃഷാന്തിന്റെ സിനിമകളുടെ പേരെല്ലാം തന്നെ വളരെ വിചിത്രമാണ്. അതെ അതെ. ഫ്രാങ്കൻ ബൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ കോണ്ടെക്സ്റ്റ് ഇല്ലാതെ ഇപ്പോൾ നമ്മുടെ റോസ്റ്റ് വീഡിയോസൊക്കെ കണ്ടിട്ടില്ലേ, അപ്പം നമ്മൾ എന്ത് നല്ല സാധനം പറയുന്നതിൻ്റെ ഇടയിലും ഒരു വേറൊരു വീഡിയോ കയറ്റുമ്പോഴത്തേക്കും അതിൻ്റെ മീനിങ് മാറുമല്ലോ. അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞ സാധനങ്ങൾ ചില വേർഡ്സ് മാത്രം പിക്ക് ചെയ്തിട്ട് ഞാൻ പറയുന്ന നെഗറ്റീവായിട്ടൊക്കെ ആക്കാൻ പറ്റും. മീഡിയക്കാരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. റിയാലിറ്റി TV മീഡിയക്കാരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പം സൈമണിൻ്റെ ഓർമ്മകളുടെ ഒരു ഫ്രാങ്കൻ ബൈറ്റിനാണ് സിനിമ എന്നാണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഇസ് ഓൾസോ ലിങ്ക് ടു മീഡിയ, റിയാലിറ്റി TV ആൻഡ് എവറിത്തിങ്. ഇപ്പോൾ ഈ ഓർമ്മകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ നമ്മളുടെ ഓർമ്മകളിൽ നിന്ന് നമ്മളെ പരാജയങ്ങളും നഷ്ടങ്ങളൊക്കെ എപ്പോഴും നമ്മൾ മറക്കാൻ ശ്രമിക്കും. പക്ഷെ അതിങ്ങനെ തികട്ടി വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ആ രീതിയിലുള്ള പരാജയങ്ങളും ഓർമ്മകളും ഇത് ഈ ഫ്രാങ്കൻ ബൈറ്റിംഗ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയുന്ന അങ്ങനെയാണോ? അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് എറ്റേണൽ സൺഷൈൻ ഓഫ് ദ സ്പോട്ട്ലെസ് മൈൻഡ് ഉള്ളതുകൊണ്ട് അത് അതുപോലെ അടിച്ചു മാറ്റിയിട്ടില്ല. അപ്പൊ ചെറുതായിട്ട് നീ പഠിച്ചു മാറ്റിയോ? അല്ല, ഇത് മെമ്മറി ഇറേസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളതൊക്കെ നോർമൽ കോൺസെപ്റ്റ്. മൈസിലൊക്കെ അത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൈസുകളുടെ മെമ്മറി ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇറേസ് ചെയ്യുന്നതൊക്കെ. അപ്പം ഇത് ഉള്ള കോൺസെപ്റ്റുകൾ തന്നെയാണ്. പിന്നെ ഇത് നമ്മൾ ആ കോൺസെപ്റ്റിന്റെ പൂളിൽ നിന്ന് എടുക്കും. അതെ. പിന്നെ കൃഷാന്തിന്റെ ക്രാഫ്റ്റ് ഉപയോഗിച്ച് അതിനൊന്ന് അല്ലേ? അതെ അതെ. ഇപ്പോൾ കൃഷാന്തിന്റെ ക്രാഫ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. ഇത് എങ്ങനെയൊക്കെയാണ് ഇതിങ്ങനെ ചിന്തിക്കുന്നത്? ആവാസ വ്യൂഹം മുതൽ തന്നെ എനിക്കങ്ങനെ തോന്നി, എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത്, ഇമാജിൻ ചെയ്യാൻ പറ്റുന്നത്? നമ്മളുടെ ഒരു ചിന്തകളിൽ പോലും ഇത്തരം തോട്ട്സ് വരാറില്ല. അപ്പോൾ ഇപ്പം നമ്മളൊരു സിനിമയുടെ ക്രാഫ്റ്റ് മനസ്സിലാക്കുമ്പോഴായിരിക്കും നമുക്ക് ആ പ്രോസസ്സ് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്, കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ കൃഷാന്തിൻ്റെ ആസ് എ ഡയറക്ടർ, കൃഷാന്തിൻ്റെ ക്രാഫ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായതിനു ശേഷം ഒരു ആക്ടർ എന്നുള്ള നിലയിൽ നിങ്ങൾ എന്തൊക്കെയാണ് അൺലേൺ ചെയ്തത്? ദിവ്യയും നിരഞ്ജനും. ക്രാഫ്റ്റ് ഇപ്പം സിനിമ കണ്ടിട്ട് മനസ്സിലാക്കുന്നതും നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതും, അപ്പം നമ്മളൊരു പെർഫോമർ എന്നുള്ള രീതിയിലാണല്ലോ അവിടെ നിൽക്കുന്നത്. അപ്പം ആ രീതിയിൽ സ്പോട്ടിൽ പലതും ഡിസ്കവർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നുവെച്ചാൽ ഭയങ്കര എക്സ്പെരിമെൻ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരാളാണ്, റെഡിയാണ്. അതുപോലെ തന്നെ കൃഷാന്ത് ഇപ്പം ഒരു സീനിൽ എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ട് പോയിട്ട് തിരിച്ചെന്ന് പറയാം, ഞാൻ ഇപ്പൊ പറഞ്ഞത് ബാഡാണ് എന്ന് പറഞ്ഞിട്ട് പോകും. ആ തിരിച്ചറിവ് ഇല്ലില്ല, അതല്ലേ അടിപൊളി. എന്ന് വെച്ചാൽ അത് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പായലിന്റെ സിനിമ ചെയ്തു, മഹേഷിന്റെ സിനിമ ചെയ്യുന്നു. അപ്പൊ അതിനൊക്കെ ഒരു എൻ്റെ ക്യാരക്ടർ ഇതില് കുറച്ചൊരു കോമിക് എലമെന്റ് ഉള്ള ക്യാരക്ടറാണ്. അപ്പൊ എനിക്കിതിന്റെ സ്ക്രിപ്റ്റ് കിട്ടിയപ്പോൾ എനിക്ക് അറിയില്ല എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് മനസ്സിലായി. കാരണം എല്ലാ രീതിയിലും അതൊരു വേറെ തന്നെ ഒരു കഥാപാത്രമാണ്. മാക്സിമം ആ കഥാപാത്രത്തിനെ കുറിച്ച് ചോദിച്ചാൽ അവരെങ്ങനെയുള്ള സ്ത്രീയാണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചു എന്നല്ലാതെ
ബാക്കിയൊന്നും എനിക്ക് പക്ഷെ അപ്പൊ എനിക്ക് പിന്നീട് എനിക്ക് മനസ്സിലായത് കൃഷാന്തിന്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ചില കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, അത് ആ ടൈമിൽ വരും. പിന്നെ എസ്പെഷ്യലി ഞാനിപ്പോൾ ഈ ഡെസ്റ്റിമോണ എന്ന് പറഞ്ഞ കഥാപാത്രം ഒറ്റയ്ക്കുള്ളൊരു സീൻ എന്ന് പറയുന്നേക്കാളും കുറച്ചും കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ കോ ആക്ടേഴ്സ്. അപ്പം ഒന്നെങ്കിൽ അവരെ നമുക്ക് ഒരുമിച്ച് കിട്ടി റിഹേഴ്സ് ചെയ്യണം. അപ്പൊ അതിനുള്ള ഒരു പ്രിവിലേജ് നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു സ്പോട്ടിൽ തന്നെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇതിൽ എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം അത് നമ്മൾ മാത്രം ഫിക്സ് ചെയ്യുന്നിടത്തല്ല ഒരു കോമഡി ഉണ്ടാവുന്നത്, അതെപ്പോഴും ഭയങ്കര ഗിവ് ആൻഡ് ടേക്ക് ആണ്. സ്പോട്ടിൽ കോ ആക്ടേഴ്സുമായിട്ടൊക്കെ സംസാരിച്ച് അത് നമ്മൾ ഫിലിം മേക്കറുമായിട്ട് സംസാരിച്ച് അത് ഓക്കെ ആണെങ്കിൽ അപ്പൊ അങ്ങനെ ഒരു ആ സ്പോട്ടിലുള്ളൊരു സംഭവം എനിക്കത് ഇംപ്രവൈസ് ചെയ്യാനും ഫിക്സ് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതെനിക്കൊരു ന്യൂ ലേണിംഗ് ആയിരുന്നു. കാരണം അങ്ങനെ ഒരു സൈഡ് ഉണ്ട്. അപ്പൊ നമ്മളും ഭയങ്കര ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് ഇരിക്കുക. ദിവ്യ ഒരു സിനിമയില് കോമഡി ചെയ്യാന്നുള്ളത് അത് എങ്ങനെയായിരിക്കും എന്നറിയാൻ ഒരു ക്യൂരിയോസിറ്റി. കാരണം ദിവ്യയുടെ മുൻ സിനിമകളെല്ലാം കുറച്ച് ഇമോഷണൽ ട്രോമ, വളരെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണല്ലോ. അപ്പോൾ ദിവ്യ തന്നെ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, എന്റെ റിയൽ ക്യാരക്ടറായിട്ട് ഒരു സാമ്യമില്ലാത്ത കഥാപാത്രങ്ങളാണ് ഞാൻ ഇതുവരെയും ചെയ്തിട്ടുള്ളത്. അപ്പം ദിവ്യയുടെ റിയൽ ക്യാരക്ടറായിട്ട് ഇപ്പോൾ ഈ സിനിമയിൽ ഈ കഥാപാത്രത്തിന് എന്തെങ്കിലുമൊക്കെ സാമ്യത ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ചില മാനറിസോ അല്ലെങ്കിൽ ചില സ്പോണ്ടേനിറ്റി, മറുപടി പറയാം, അങ്ങനെയൊക്കെ. ക്യാരക്ടറിനൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല ഉറപ്പായിട്ടും. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഈ കാസ്റ്റിംഗ്, ഇപ്പൊ കൃഷാന്ത് ഇപ്പൊ എന്നെ കാസ്റ്റ് ചെയ്ത് എന്നെ നേരിട്ട് വല്ലപ്പോഴൊക്കെ വല്ല ഫെസ്റ്റിവലിനോ ഫ്രണ്ട് സർക്കിളിലോ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ചാള് പറഞ്ഞ് ചിരിപ്പിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോ എനിക്ക് അറിയത്തില്ല, കാരണം നോർമലി ഇപ്പൊ എന്റെ സിനിമകളും എന്റെ കഥാപാത്രം കണ്ടു കഴിഞ്ഞാൽ എന്നെ ഇതിന് കാസ്റ്റ് ചെയ്യില്ല. പക്ഷെ ആ റിസ്ക് എടുത്തു. ആ റിസ്ക് അല്ല, ഇപ്പൊ എന്റെ പേഴ്സണലി വർഷങ്ങളായിട്ട് അറിയുന്ന ആൾക്കാർ പറയും എന്തോ നീ ചെയ്ത് വെച്ചിട്ട്. കാരണം എനിക്ക് എന്താ പറയാ, പേഴ്സൺ ടു പേഴ്സൺ എന്നെ അറിയുന്ന ആൾക്കാർക്ക് ഭയങ്കര ഡിസ്റ്റൻസിലുള്ള ക്യാരക്ടേഴ്സ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനും എങ്ങനെയാണ് ഓഡിയൻസ് എടുക്കുന്നതെന്നൊക്കെ. ഇപ്പോൾ കൃഷാന്ത് നിരഞ്ജനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ആക്ടറാണ് നിരഞ്ജൻ എന്നാണ്. അപ്പോൾ ഈ സിനിമയിലെ കഥാപാത്രം നിരഞ്ജനെ കാണുമ്പോൾ ഇതുവരെയുള്ള കഥാപാത്രങ്ങളായിട്ട് യാതൊരു ബന്ധവുമില്ല. വളരെ വിചിത്രമായ മാനറിസംസ്, ലുക്കിലും ഗെറ്റപ്പിലും എല്ലാം. എന്താണ് ഈ കൃഷാന്തിൻ്റെ ക്രാഫ്റ്റിൽ നിന്ന് നിരഞ്ജൻ ആസാൻ ആക്ടർ വന്നൊരു വലിയൊരു ചേഞ്ച് എന്താണ്? അതെന്ന് പറയുമ്പം നല്ലൊരു കണ്ടന്റിൽ ആരെ കൊണ്ട് എപ്പോൾ പ്ലേസ് ചെയ്താലും ആള് രക്ഷപ്പെട്ടു. മറ്റേ മോശം കണ്ടന്റ് കൊണ്ട് പ്ലേസ് ചെയ്ത് എന്തിട്ട് കാര്യം, നമ്മൾ എന്ത് കിടന്ന് പരിശ്രമിച്ചിട്ടും കാര്യമില്ല എന്നുള്ളത്. കാരണം ആൾക്കാർക്ക് കണ്ടന്റിനോട് ഒരു എന്താ പറയുക, ഒരു കണ്ടന്റ് ഒരു വോ ഫാക്ടർ ഉണ്ടെങ്കിൽ പിന്നെ വരുന്നതെല്ലാം ബോണസാണ്. കൂടെ നിൽക്കുന്നവരെല്ലാം അത് നമ്മൾ നാലര സംഘത്തിന്റെ സമയത്ത് നമ്മൾ ഈ നാലര സംഘം തമ്മിൽ ഡിസ്കസ് ചെയ്യും. ശരിക്കും നമുക്ക് വലിയ പണിയില്ലല്ലേ, പുള്ളി നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, നമ്മളങ്ങ് ചെന്ന് നിന്നാൽ മതി. എല്ലാം അങ്ങനെയാണ്. എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചെന്ന് പെർഫോം ചെയ്യാൻ മിക്കതും ഒക്കെ പക്ഷെ അത് നോക്കുകയാണ്, ഒറ്റ ടേക്കിൽ തന്നെ നോക്കണം. നമ്മളധികം അയ്യോ അല്ല ചേട്ടാ നമ്മളാണെങ്കിൽ ഒന്നും കൂടെ ചെയ്യാം, അവിടെ ഒന്നുമില്ല എനിക്കിത് മതി എന്നൊക്കെ ഉള്ളത്. അപ്പം വളരെ ഈസി. അപ്പം നമ്മൾ വെളിയിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ആവാസയോഗം കണ്ടാലും പുരുഷപ്രേതം കണ്ടാലൊക്കെ നമ്മളറിയും ഭയങ്കര ചിന്താഗതിയും ഭയങ്കര ഒരു സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ ആലോചിക്കും. ഏറ്റവും സുഖം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര രസമാണ്. നമ്മൾ അവിടെ പക്ഷെ അത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പൊ കണ്ടന്റ് നല്ലതാണെങ്കിൽ നമുക്ക് അഭിനയിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അങ്ങനെയാണ്. അല്ല, കണ്ടന്റ് നന്നാവുന്നതിന്റെ കൂടെ ഫിലിം മേക്കറും അല്ലെങ്കിൽ ഫുൾ ടീമും എല്ലാവരും ഭയങ്കര നമ്മളൊരു വൈബ് ആയിരിക്കണം, ജോളി ആയിരിക്കും. അത് കൃഷ്ണൻ തന്നെ ഭയങ്കര സൂപ്പറായിട്ട് സെറ്റ് ചെയ്യും. അത് എല്ലാവരുമായിട്ടും ആ സെറ്റ് നമുക്കതിൽ വർക്ക് ചെയ്യും. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടോ. നമ്മൾ വർക്ക് ചെയ്യുമ്പോഴുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണെന്ന്. അതൊരു രസമായിട്ടാണ്, ജോളി ആയിട്ടാണ്. നമ്മൾ മറ്റേ ഇങ്ങനെ ഒരിക്കലും തീരാൻ പാടില്ലാത്ത സമ്മർ ക്യാമ്പ് എന്ന് പറയില്ലേ, അതുപോലെയാണ്. അപ്പൊ അങ്ങനെ ഭയങ്കര സന്തോഷം. എല്ലാ ദിവസവും നമ്മൾ ഒക്കെ പണ്ട് എനിക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ ക്രഷൊക്കെ ഉള്ളപ്പോ എന്നും സ്കൂളിൽ പോകും, പനിയൊക്കെയായാലും പോണം. അതുപോലെയാണ് ഇത് എന്നും വർക്ക് ചെയ്യാൻ കണ്ടന്റിനോടും ക്രഷ്. ഈ പടം ഇങ്ങനെ, അത് കാരണം ഇതിന്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോഴേ ആദ്യമേ ഞെട്ടി. എങ്ങനെ പുള്ളിയാ, കാരണം നമ്മളൊക്കെ ഇരുന്ന് ആലോചിക്കും, പല കഥകളൊക്കെ ആലോചിക്കും, ഇങ്ങനൊരു കഥ ഇങ്ങനെ ടെസ്റ്റ് നൈസായിട്ട് പ്രിസണേഴ്സിന്റെ കുറച്ച് സീൻ അടിച്ച് മാറ്റാന്നൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി അപ്പോൾ ഒരു പുതിയൊരു എൻറ്റയർലി സാധനം കൊണ്ടുവന്ന് വന്നപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞത് ഇത് എങ്ങനെ ഇത് പുള്ളി ആലോചിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ എത്ര ആലോചിച്ചിട്ട് ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അത് എന്നിട്ട് അങ്ങനെ ഒരു കണ്ടന്റ് പുള്ളി എഴുതി അതൊരു ഫിലിം ആക്കി തീർത്ത് നമ്മൾ ആ സാധനം കാണുന്നു എന്നുള്ളത് ഒരു ഭയങ്കര അത്ഭുതം തന്നെയാണ്. അപ്പോൾ അതൊരു ഭയങ്കര ഇപ്പം ഔട്ട് ഓഫ് ദി ബോക്സ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ,
ചില സമയത്ത് കയ്യിൽ നിന്ന് പിടിവിട്ടു പോകുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കുമല്ലോ. അത് എനിക്ക് തോന്നുന്നു ആവാസവ്യൂഹം മുതൽ കൃഷാന്ത് അത് ഫേസ് ചെയ്ത് ഇപ്പം അത് എക്സ്പീരിയൻസ്ഡ് ആയി കാണും. എങ്കിലും ഇതുപോലത്തെ ഒരു കോംപ്ലക്സ് സബ്ജക്റ്റ് എടുക്കുമ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഫേസ് ചെയ്തായിരുന്നു, പിടിവിട്ടു പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നോ? അല്ല, ഈ നമ്മൾ എന്തെങ്കിലും ട്രൈ ചെയ്യുമ്പോൾ എക്സ്പെരിമെൻ്റ് എന്ന് തന്നെ പറഞ്ഞാൽ തന്നെ അതിൽ ഫെയിലിയറിൻ്റെ ചാൻസസ് ഭയങ്കരമാണ്. എനിക്കൊരു 10-ൽ 8 ലാൻഡ് ചെയ്താൽ മതി. ഒരു നമ്മൾ 10 ട്രിക്സ് ഉണ്ടെങ്കിൽ അതിലൊരു 8 or 7 ലാൻഡ് ചെയ്താൽ തന്നെ വർക്കിംഗ് ആണ്. അപ്പം ഞാൻ അങ്ങനെ എപ്പോഴും ഒരു 2-3 ലാൻഡ് ചെയ്യത്തില്ല. അപ്പോൾ ഇപ്പോൾ എൻ്റെ സിനിമയിലെ ജോക്സുകളുണ്ടായാലും കുറേ ജോക്കുകളൊന്നും ലാൻഡ് ചെയ്യത്തില്ല. അപ്പോൾ അതൊക്കെ ചളുവാണെന്ന് കുറച്ച് പേര് പറയും. കുറേ പേർക്ക് അത് ഭയങ്കര രസമായിട്ടുള്ള ജോക്കായിട്ടൊക്കെ തോന്നും. അപ്പം ഞാൻ അങ്ങനെ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും ചിലതൊക്കെ വർക്കാവത്തില്ലായിരിക്കും, പക്ഷെ അത് ചെയ്ത് നോക്കാതെ. അപ്പം ഞാൻ കുറച്ചുകൂടി യങ്ങർ ആയിരുന്നെങ്കിൽ ഇത് ഞാൻ ചെയ്യത്തില്ലായിരുന്നു. ഞാൻ ഐ വിൽ ബി വെരി സേഫ്, കാരണം ലുക്കിംഗ് അറ്റ് എ ലോങ് കരിയർ അഹെഡ് ഓഫ് മീ. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ആലോചിക്കുന്നില്ല. വർക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ട്രിപ്പ് ഭയങ്കര ഹൈ ആയിരിക്കും. അത്രമാത്രം അല്ല, വർക്ക് ആവാതെ വരുമ്പോൾ ഇതുപോലെ കുറച്ച് ടെൻഷൻ ആവേ അങ്ങനെയൊക്കെ സ്ട്രെസ്ഡ് ഔട്ടൊക്കെ ആവും, നോർമലായിട്ട് സ്ട്രെസ്ഡ് ഔട്ടൊക്കെ ആവും. പിന്നെ ഒരു ദർ ആർ 20 ട്രിക്സ് ഇൻ ദ ബാഗ്. അപ്പം ഈ സ്ട്രഗിൾ ഒരുപാട് കാലം ചെയ്തുകൊണ്ട് ഓരോ സീൻ വർക്കാവാതിരുന്ന ഇപ്പം ഇതെങ്ങനെ ചെയ്യും എന്നൊക്കെ ആലോചിക്കും ഞാൻ. മിക്കവാറും ചിലപ്പം പിന്നെ ഫിലിം മേക്കിംഗ് വൈസ് ആക്ടേഴ്സിൻ്റെ ആക്ടിങ്ങിനെ സപ്പോർട്ട് ചെയ്യും. ഫുള്ളായിട്ട് ആക്ടറിൻ്റെ മാത്രം ജോലിയല്ല സീൻ ഇമോഷൻ വർക്ക് ചെയ്യിപ്പിക്കുന്നത്, എൻ്റെയും കൂടെ ജോബാണ്. അപ്പം അവരുടെ കണ്ണിൽ പോകുന്ന ലൈറ്റ്, ക്യാമറയുടെ മൂവ്മെൻറ്റ്, അവരുടെ ബാക്കിലുള്ള ആൾക്കാർ എങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ എംഫസിസ് ഇട്ട് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ആക്ടേഴ്സിനൊക്കെ സപ്പോർട്ട് ചെയ്താണ് ഇത് ചെയ്യുന്നത്. പിന്നെ ട്രയൽ ആൻഡ് എറർ അല്ല, ഇതിൽ വർക്കാവാതെയൊക്കെ ഇരിക്കും. അത് ഭയങ്കര നോർമലാണ് വർക്കാവാതിരിക്കുന്നതെന്ന്. ഈ ഇങ്ങനെ സ്ട്രെസ്ഡ് ഔട്ട് ആവുമ്പോൾ എങ്ങനെയാണ് സംവിധായകൻ വഴക്കൊക്കെ പറയുമോ? ഇല്ല, ഞാൻ പറഞ്ഞുതരാം. അസോസിയേറ്റ് നിക്കിലും ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ഡീപ് ബ്രീത്ത് എടുക്കും. 1 2 3. ശരിക്കും ഇടയ്ക്കിടയ്ക്ക് കാണാം ഇവർ രണ്ടുപേരും കൂടെ മാറി നിന്നിട്ട്. ആ സ്ട്രെസ് നമ്മളെ അറിയിച്ചിട്ടില്ല. ഒരു ഇതിൽ ഞാൻ 1-2 പ്രാവശ്യം എനിക്ക് പോയി. പക്ഷെ ദേഷ്യപ്പെടലൊക്കെ ഒന്നും ഇല്ല, പക്ഷെ ഫ്രസ്ട്രേറ്റ് ആവും. കാരണം നമ്മളൊരു ടീമായിട്ട് നോക്കുമ്പോൾ എവരിബഡി ഷുഡ് ബി ഓൺ ദ സെയിം പേജ്. എല്ലാവരുടെയും മോട്ടീവ് ഈ സീനിനെ വർക്കാക്കണമെന്നാണ്. ഇറ്റ് ഷുഡ് നെവർ ബി ഡയറക്ടറിനെ ഹാപ്പി ആക്കണമെന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞിട്ട് പോകണമെന്നോ ഇതൊന്നും അല്ലാത്തൊരു മോട്ടീവ് വരണം എല്ലാവർക്കും. നമുക്ക് വാട്ട് ക്യാൻ ഐ ഡു ഓർ ഹൗ ക്യാൻ ഐ കോൺട്രിബ്യൂട്ട് ആ മോട്ടീവ് ഇല്ലാത്ത ആൾക്കാർ കൂടുതൽ വരുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് അതിൻ്റെ ഇത് കിട്ടും, എനിക്ക് കിട്ടും, എനിക്ക് മനസ്സിലാവും. അപ്പം ഇത് എൻ്റെ മാത്രം ജോലിയായി പോകും. അങ്ങനെ ആകുമ്പോൾ ഞാൻ ഫ്രസ്ട്രേറ്റ് ആവും. അപ്പം ഒന്നുകിൽ ഞാൻ എന്തെങ്കിലും ചെയ്ത് ഞാൻ അതിൽ നിന്ന് ഇത് ചെയ്യും. സിഗരറ്റ് വലി നിർത്തിക്കൊണ്ട് ഇപ്പം അത് ഭയങ്കര പാടാണ്. എന്ന് വെച്ചാൽ അത് വരുമ്പോഴത്തേക്കും പിന്നെ കുറേ ചിന്തിക്കേണ്ടി വരും, ബ്രീത്തൊക്കെ എടുക്കേണ്ടി വരും. പെൻസിലൊക്കെ വെച്ചോണ്ടിരിക്കുന്നത് പെൻസിലൊക്കെ എടുത്ത് അയ്യോ ഭയങ്കര സ്ട്രെസ്സാണ്. ദിവ്യയെ കുറിച്ച് ഞാൻ അറിഞ്ഞത് മലയാളികൾക്കിടയിൽക്കാളും ലൊക്കാർണോയിലാണ് ദിവ്യക്ക് ഫാൻസ് കൂടുതലെന്നാണ്. അതെ, യൂറോപ്യൻസ് ഇടയിലാണ് ദിവ്യക്ക് ഒരുപാട് ഫാൻസ്. കാൻ ഫെസ്റ്റിവലിൽ പോയപ്പോ അല്ലേ ലൊക്കാർണ എന്നുള്ള ഒരുപാട് പേര് ദിവ്യയെ, ഒരുപാട് ആരാധകര് ദിവ്യയെ അവിടെ വരെയും ദിവ്യയെ പരിചയപ്പെടുകയൊക്കെ ചെയ്തു എന്നാണ്. അപ്പം ഈ ഒരു സിനിമ കഴിയുമ്പോൾ ദിവ്യപ്രഭ ആക്ട്രസ് ഇപ്പോൾ ഒരു പാൻ ഇന്ത്യൻ ലെവൽ ആക്ട്രസ് എന്നൊരു ഇമേജ് ഉണ്ട്. ഓൾ വി ഇമാജിൻ എസ് ലൈറ്റ് കഴിയുമ്പോൾ ഈ സിനിമ കഴിയുമ്പോൾ ദിവ്യപ്രഭയുടെ ഒരു ആക്ടിങ് കരിയർ അതിൻ്റെ ഒരു ലെവൽ എത്രയായിരിക്കും എന്നാണ് ദിവ്യയുടെ ഒരു തോന്നല്? നോക്കാം, റിലീസ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് അറിയില്ലല്ലോ. പക്ഷെ ഞാൻ ഭയങ്കര എക്സൈറ്റഡും ഭയങ്കര സാറ്റിസ്ഫൈഡും. ഇതൊരു വലിയൊരു ചേഞ്ച് ആണ് ശരിക്കും. അല്ല, സ്വാഭാവികമായിട്ടും നമ്മുടെ ഫാൻസ് യൂറോപ്യൻസ് എന്നാണെന്നു. അപ്പൊ ആ ഒരു ഇവിടെ മലയാളികളൊക്കെ ഫാൻസ് ഒക്കെ ഉണ്ട്. കൂടുതൽ ഫാൻസ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ഫാൻസ് ഒക്കെ വരുമ്പോ ഉണ്ടല്ലോ. അത് എങ്ങനെയാണ് അതിന്റെ ഒരു കിക്ക് എങ്ങനെയാണത്? കിക്കോ? കാരണം നമ്മള് ഫാൻസ് ഇന്ത്യക്ക് പുറത്ത് നമുക്ക് ഫാൻസ് കിട്ടുമ്പോ ഉണ്ടല്ലോ. ഞാൻ ലൊക്കാർണാണ് എന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ്, UAE അല്ലാതെ. അപ്പൊ അത് എല്ലാ രീതിയിലും കിക്കാണല്ലോ, വേറെ തന്നെ ഒരു ജിയോഗ്രഫിയും അത് ഇതൊക്കെ. പിന്നെ അവിടുത്തെ ആൾക്കാർ അത് കോമ്പറ്റീഷന്റെ സിനിമയ്ക്കുള്ള ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ശരിക്കും വേറെ രീതിയിൽ ജഡ്ജ് ചെയ്ത് അവിടെ നമ്മുടെ അടുത്ത് വന്ന് പറയും, നേരിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് പറയും, ഓരോ സീൻ വൈസ് ഒക്കെ. അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ എന്തെങ്കിലും ഓർമ്മ? അല്ല, ഭയങ്കര ന്യൂആൻസസ് ഒക്കെ ഫോളോ ചെയ്ത് പിന്നെ അവർക്കും അത് കണക്ട് ചെയ്യാൻ. നമ്മുടെ വേണ്ട
ലേഡി ബേർഡിന്റെ അല്ലേ, ലേഡി ബേർഡിന്റെ ഡയറക്ടർ അല്ലേ, അല്ല അനോറ. അനോറയുടെ ഡയറക്ടർ. ഡയറക്ടർക്ക് അല്ല അവർക്ക് അനോറ ഡേറ്റ് കാണും നെക്സ്റ്റ് മന്ത്. ഡേറ്റ് കിട്ടുമെന്നൊക്കെ ചോദിക്കും. ഇല്ലില്ല, ഇത് നിരഞ്ജൻ ചുമ്മാ പറയുന്നത്. അത് ഈ പടം ക്യാൻസൽ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ഉറപ്പായിട്ടും അതിന്റെ ഞാൻ അത്രേ ഉള്ളൂ. നിരഞ്ജൻ, ഇപ്പോൾ ഹാർഡ് വർക്കിങ്ങിനെ കുറിച്ച് കൃഷാന്ത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് പ്രൊഡ്യൂസർ രഞ്ജിത്തിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഓർമ്മ വന്നത്. അതായത് മണിയമ്പിള്ള രാജു സാറിന് വയ്യാഞ്ഞിട്ടും തുടരും സിനിമയിൽ അദ്ദേഹം എത്രയും എഫേർട്ട് എടുത്താണ് അദ്ദേഹം പെർഫോം ചെയ്തത്. അപ്പോൾ അച്ഛനിൽ നിന്നുള്ള ഒരു ഫീഡ്ബാക്ക് ഉണ്ടല്ലോ, കാരണം അച്ഛന് മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടനാണ്, ഒരു പ്രൊഡ്യൂസറാണ്, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഒരു സിനിമയെക്കുറിച്ചുള്ള സജഷൻസ്, അതായത് ഏതൊക്കെ സിനിമകളാണ് അഭിനയിക്കേണ്ടത്, മാത്രമല്ല അവസരങ്ങൾ കിട്ടാനുള്ള ഒരു സ്ട്രാറ്റജി, ഈ ഫിലിം ഫീൽഡിലുള്ള എങ്ങനെയാണ് ആൾക്കാർ ഡീൽ ചെയ്യേണ്ടത്, പെരുമാറേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ അച്ഛൻ്റെ ഒപ്പീനിയൻ ചോദിക്കാറുണ്ടോ? അങ്ങനെ ഒപ്പീനിയൻ, ഈ സിനിമ ചൂസ് ചെയ്യുന്ന അതൊരു മറ്റേ പേഴ്സണൽ സ്ട്രഗിൾ പോലെയാണ്. ഈ സിനിമ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പടം കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കേഴ്സിൻ്റെ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ചാൻസ് ചോദിക്കുന്നതോ ഒക്കെ ഒരു പേഴ്സണൽസാണ്. അച്ഛൻ കൂടുതലും പറഞ്ഞിട്ടുള്ളത് ഈ ഒരു എന്താ പറയുക, ഡിസിപ്ലിൻ, അതായത് ഈ സമയത്തിന് വരിക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മളെങ്ങനെ ഡീൽ ചെയ്യണം സിനിമയിൽ. അച്ഛൻ പറയുന്നത് ഇത് പല പല വീടുകളിൽ നിന്ന് പല സിറ്റുവേഷനുകളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ പിന്നെ നമ്മൾ ഹമ്പിളായിരിക്കണം എന്ന് മാത്രമല്ല, നമ്മളെല്ലാവരോട്ടും വളരെ ഈസി ആയിട്ടാണ് ഒരാളൊരു അടി ഉണ്ടാക്കാൻ പറ്റുന്നത്. പക്ഷെ ഒരാളൊരു സൗഹൃദം നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എത്ര സമയം എടുക്കും. അപ്പം ഈ സെറ്റുകളിലൊക്കെ ചെന്നിട്ട് അലമ്പുണ്ടാക്കാതിരിക്കുക, നല്ല സ്വഭാവമായിട്ട് എല്ലാവരും നന്നായിട്ട് പെരുമാറുക, ഹമ്പിളായിട്ട് പെരുമാറുക, സംസാരിക്കുക, സമയത്തിന് കാലത്തിന് എത്തുക, പിന്നെ എന്താ പറയുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അച്ഛൻ ഈ ഡിസിപ്ലിൻ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എപ്പോഴും പറയുന്നത്. അല്ലാതെ മറ്റേ പടങ്ങൾ ചൂസ് ചെയ്യുന്നത് ഇപ്പം ഭയങ്കര ഹാപ്പിയാണ്, കാരണം നല്ലൊരു ഫിലിം മേക്കറിൻ്റെ കൂടെ ഇതിപ്പോൾ 4 സംഘം കഴിഞ്ഞിട്ട് ഇപ്പം വരുന്ന പടമാണല്ലോ. അപ്പം പുള്ളി ഹാപ്പിയാണ്. അതായത് എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു ഞാൻ പറഞ്ഞു നല്ല ടീം അല്ലെങ്കിൽ നല്ല ഫിലിം മേക്കറിന്റെ കൂടെ അഭിനയിച്ചാലല്ലേ പറ്റുള്ളൂ. നമുക്ക് വെളിയിൽ നിന്നിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ട് പുറത്ത്, അവർക്കെല്ലാം നന്നായിട്ട് പ്ലേസ്ഡ് ആവും. അവർ പ്ലേസ്ഡ് ആകുമ്പോഴത്തേക്കും അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ചാൻസ് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ എപ്പോഴും നമ്മൾ അച്ഛൻ നമ്മളുടെ ഫാദർ ഫിഗർ അല്ലെങ്കിൽ സിനിമയുമായി റിലേറ്റീവ്സ് ആരെങ്കിലും കൊണ്ടപ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു വിമർശനമാണല്ലോ നെപ്പോ കിഡ്. ഇപ്പം സിനിമകൾ തന്നെ വരുന്നുണ്ട്, അവർ തന്നെ ചിലപ്പോൾ നെപ്പോ കിഡ്സ് ആയിരിക്കും സിനിമയുടെ സംവിധായകൻ, അവർ തന്നെ സെൽഫ് ട്രോൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാൻ വളരെ എന്നെ തന്നെ കളിയാക്കുന്ന ആളും കൂടെയാണ്. അപ്പോൾ അതൊരു പ്രഷറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? പ്രഷറായിട്ട് ഇപ്പം ആ ഒരു സാധനം ഐ എം നോട്ട് ടേക്കിംഗ് മൈസെൽഫ് സീരിയസ്ലി എന്നാണ് ബേസ്ഡ് ഓൺ ദാറ്റ്. അല്ലെങ്കിൽ ഞാൻ അച്ഛൻ്റെ പേര് ഉപയോഗിച്ച് ഹോട്ടലുകളിൽ സീറ്റ് കിട്ടാൻ മാത്രമേ അങ്ങനെയുള്ള പരിപാടികൾ, അല്ലാതെ ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് പ്രിഫറൻസ് എനിവെയർ എൽസ് എന്നുള്ള സാധനം ഞാൻ എപ്പോഴും മനസ്സിലില്ല. ഇപ്പം അച്ഛനടുത്തുള്ള റെസ്പെക്ട് ചിലപ്പോൾ അച്ഛനെ കണ്ടിട്ടും ഇത്രയും വർഷമുള്ള ഇഷ്ടപ്പെട്ടു അങ്ങനെയുള്ള സാധനമാണ് കിടക്കുന്നത്. അത് എനിക്ക് അതിൽ നിന്നൊന്നും ഐ കനോട്ട് ടേക്ക് എനിത്തിങ് ഫ്രം ദാറ്റ്. ഞാനൊരു ഇൻഡിവിജ്വൽ പേഴ്സണായിട്ട് ഇവരുടെ അടുത്ത് ഇഷ്ടപ്പെടണം, ആൾക്കാർ എൻ്റെ അഭിനയം ഇഷ്ടപ്പെടണം. അല്ലാതെ എന്താ ഇതിൻ്റെ അകത്ത് ഒരു ഡയലോഗ് ഉണ്ടല്ലോ, പറയുന്നില്ല, വേറെ സാധനമുണ്ട്, പക്ഷെ റിലേറ്റബിൾ ആണ്. രാജു സാറിൻ്റെ ആ ഒരു ഫിലിം കരിയർ ഇപ്പം കുട്ടിക്കാലം മുതലേ കണ്ട് വളർന്ന ഒരാളാണ്. അപ്പം രാജു സാറിൻ്റെ ആ ഫിലിമിനുള്ള ഡെഡിക്കേഷനും ആ പാഷനൊക്കെ അതിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് സ്വന്തം ഫിലിം കരിയറിലോട്ട് കോപ്പി ചെയ്തിട്ടുള്ളത്, കോപ്പി ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും കാണും? അച്ഛൻ്റെ ഈ ഒരു പാഷൻ അല്ലെങ്കിൽ ലവ് ഫോർ സിനിമ എന്നാണ്. പുള്ളി അത്രയും 50 yearsന് മേളിൽ ഒരു ഇൻഡസ്ട്രിയിൽ സിനിമയിൽ ഇത്രയും നാളുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും വി സ്പെൻഡ് ഓൾമോസ്റ്റ് ലൈക്ക് ദ കംപ്ലീറ്റ് എമൗണ്ട് ഓഫ് ഹിസ് ലൈഫ് ഇൻ സിനിമ. അപ്പം സിനിമയ്ക്ക് അച്ഛൻ തന്നെ പറയും എനിക്ക് വേറെ ഒന്നും ചെയ്യാറുണ്ട്, അഭിനയം അല്ലെങ്കിൽ സിനിമയുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് പുള്ളിക്ക് ഏറ്റവും സന്തോഷം. പുള്ളി പറയും എനിക്ക് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ എനിക്ക് വേറെ സൈഡ് റിയൽ എസ്റ്റേറ്റ് ഒന്നും ചെയ്യാൻ അറിയില്ല, സിനിമയെ അറിയുള്ളൂ. പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ട് കേട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്, പൈസ വേണമല്ലോ. കൃഷാന്ത് നല്ലൊരു ചിത്രകാരനും കൂടിയാണ്. അപ്പം കൃഷാന്തിന് അതറിയില്ലായിരുന്നോ? ഇല്ല, ഞാൻ നോക്കിയത് ചിത്രകാരൻ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ചിത്രകാരൻ, നല്ലൊരു പെയിന്റർ, ഒരു ആർട്ടിസ്റ്റും കൂടിയാണ്. പെട്ടെന്ന് നോക്കിയപ്പോ ചുബ്ബയൊക്കെ ഇട്ടിരിക്കുന്നു. അപ്പോൾ ഫേവറേറ്റ് ഡയറക്ടർ ഭരതൻ സാറാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലത്തെ ഒരു സിനിമയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പം IIT പ്രോഡക്റ്റും കൂടിയാണ്, നമ്മളെ ഒരു വിഷ്വൽ സെൻസ് ഉണ്ടല്ലോ, കളർ പാലറ്റ്. അപ്പോൾ നമ്മളൊരു
നമ്മൾ വരയ്ക്കുന്ന പെയിൻറ്റിങ്സും അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള സംവിധായകൻ അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ഇമേജസും അതൊക്കെ ഏതെങ്കിലും രീതിയിൽ ഇൻസ്പയർഡ് ആയിട്ടുണ്ടോ? അതെ, ഡെഫിനറ്റ്ലി ഇൻസ്പയർഡ് മാത്രമല്ല, നമ്മൾ ഡയറക്റ്റ്ലി അത് തന്നെ ഹോമാജ് പോലെ വെക്കാറുമുണ്ട്. പിന്നെ അറിയാതെ അത് വരികയും ചെയ്യും പല സ്ഥലത്തും. ഇപ്പം ഭരതൻ സാറിൻ്റെ ഒന്നും വന്നിട്ടില്ല ഇതിൽ. പക്ഷെ അല്ലാതെ ഈ ഒരു ജോണറിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് മേക്കേഴ്സിൻ്റെ പല പരിപാടികളും. അതിനകത്ത് ഏതെങ്കിലും ഒരു മേക്കർ അങ്ങനെ ആരെങ്കിലും? ഇപ്പോൾ നമ്മൾ ഈ പോസ്റ്ററിൽ നോക്കുകയാണെങ്കിൽ ജഗദീഷ് സാറിൻ്റെ ക്യാരക്ടർ ബെറ്റാവോ എന്ന് പറയും, ഗോസ്റ്റിൻ്റെ ഷെല്ലിലുള്ളതാണ് വെച്ചേക്കുന്നത്. അങ്ങനെ എല്ലാം പറഞ്ഞു തന്നെ ഒരു 500 സാധനങ്ങൾ പറയാൻ പറ്റുന്നു ഇതിൽ തന്നെ. അപ്പോൾ ഞാനത് പറയുന്നില്ല, കാരണം അത് അതിൻ്റെ മാജിക്ക്. അതെ 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 അതെ. അപ്പം അങ്ങനെ ഈ ഒരു ജോണറിലുള്ള എല്ലാവരുടെയും സാധനങ്ങൾ മാക്സിമം എടുക്കും. അപ്പോൾ ഈ ഹെയർ സ്റ്റൈല് ഇവരുടേത് അത് സൈബർപങ്ക് 2077 ഗെയിമിൽ നിന്നാണ് അതെടുത്തേക്കുന്നത്. പിന്നെ രാഹുലിന് മേട്രിക്സിന്റെ ഗ്ലാസസ് ആണ് കൊടുത്തേക്കുന്നത്, മോർഫിയസിന്റെ ഗ്ലാസസ് ആണ് കൊടുത്തേക്കുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു ബോഡി സ്യൂട്ട് കൊടുത്തേക്കുന്നത് എലീസിയത്തിൽ നിന്നാണ് ഞാൻ ഇൻസ്പയർഡ് ആയേക്കുന്നത്. ഏതെങ്കിലും ഒരു മലയാള സിനിമയെന്നോ ഏതെങ്കിലും മലയാളം സംവിധായകന്റെ ഏതെങ്കിലും നമ്മളുടെ സിനിമയിലെ ഏതെങ്കിലും സംവിധായകന്റെ സിനിമകൾ? ഇതിൽ പ്രിയദർശൻ സാറിന്റെ ഒരുപാട് സാധനങ്ങൾ ഞാൻ ചെയ്തു. കോമഡിയാണ് പ്രിയദർശൻ. ഇറ്റ്സ് ലൈക്ക് എ പ്രിയദർശൻ ഫിലിം, ബട്ട് ഓൾസോ കുറച്ചുകൂടെ ആഫ്റ്റർ തോട്ടും ആഫ്റ്റർ ടേസ്റ്റും പൊളിറ്റിക്കലും ഒക്കെ ഉണ്ടെങ്കിലും ദ ബേസിക് ഐഡിയ ഈസ് ലൈക്ക് എ പ്രിയദർശൻ സർ ഫിലിം, വേർ കൺഫ്യൂഷൻസും കോമഡികളും പാട്ടും ഒക്കെ വന്നിട്ട് അവസാനം ഒരു എൻസോമ്പിൾ എൻഡിങ്ങും ഒക്കെ ഉള്ളത്. അതാണ് ചെയ്തേക്കുന്നത്. ഡയറക്റ്റ് ഡെഡിക്കേഷൻ ആയിട്ട് തന്നെ മിഥുനത്തിലേക്ക് സാധനങ്ങളൊക്കെ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. സിനിമയുടെ ഏതെങ്കിലും സീൻസുമായിട്ടൊക്കെ അതൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ എവിഡന്റ് അല്ല, എന്നാലും ഉണ്ട്. മലയാള സിനിമ ആയിട്ട് തന്നെ ചിന്തിച്ചേക്കുന്നത്. ഈ സിനിമയുടെ ടീസർ വന്നപ്പോൾ അതിന്റെ കമന്റ്സിൽ പലരും ഈ സോഴ്സ് കോഡ് എന്നിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മറ്റേ ബ്രെയിൻ ഡെത്ത് മെമ്മറി പോകുന്നത്, പോയ മെമ്മറീസ് തന്നെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറെ ആൾക്കാർക്ക് അതൊക്കെ ഓർമ്മ വരും, നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ഒരു ജോണറിലൊരു പടം മലയാളത്തിൽ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ബെറ്റർ ബഡ്ജറ്റ്സിലും ബെറ്റർ സ്കോപ്പിലും ഒക്കെ ചെയ്ത സിനിമകളിൽ ആൾക്കാർക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് നമ്മളായി. എന്ന് വെച്ചാൽ ഒരു സൈബർ പങ്ക് എന്നൊക്കെ പറയുന്ന ഐഡിയയിലൊക്കെ വരുമ്പോഴത്തേക്കും അതുപോലത്തെ സിനിമകൾ ആൾക്കാർ റിമെമ്പർ ചെയ്യുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇപ്പോൾ സൈബർ പങ്കിൻ്റെ ഒരു ഐഡിയ തന്നെ ടെക്നോളജിക്കലി നല്ല ഹൈ ആയിരിക്കും, എന്നാൽ മനുഷ്യൻ്റെ ജീവിത സാഹചര്യം വളരെ മോശമായിരിക്കും. അത് ഇപ്പോഴത്തെ റെലവൻറ്റ് സൊസൈറ്റിയുടെ ഒരു അവസ്ഥയും കൂടെ ഏതെങ്കിലും രീതിയിൽ റിലേറ്റ് ചെയ്യുന്നുണ്ടോ? 100%. ഇപ്പോഴത്തെ സൊസൈറ്റിയുടെ അവസ്ഥ. സോ ഹൗ സൈഫൈ ഈസ് റിലേറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൈഫൈ ഈസ് ഓൾവേസ് ടോക്കിംഗ് അബൌട്ട് കറണ്ട് സിനാരിയോസ് ഓഫ് ലൈഫ്. എല്ലാ സൈഫയും സംസാരിക്കുന്ന മിക്കവാറും നമ്മുടെ ജീവിതത്തിൻ്റെ ഡ്യൂൺ നോക്കിക്കഴിഞ്ഞാൽ ഫാദറും സണ്ണും പ്രൊഫസിയും അങ്ങനത്തെ സാധനങ്ങളാണ്. ബ്ലേഡ് റണ്ണർ നോക്കിക്കഴിഞ്ഞാൽ മൈഗ്രൻസിൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ ഇടയിൽ തന്നെ ഇപ്പോൾ ഇവിടെ ബംഗാളിൽ ആൾക്കാരും താമസിക്കുന്നുണ്ട്. അപ്പം അവരുടെ റൈറ്റ്സിനെ കുറിച്ചൊക്കെയാണ്. പക്ഷേ അത് റോബോട്ട്സും ഹ്യൂമൻസും ആയിട്ടൊക്കെ റിലേറ്റ് ചെയ്തിരുന്നു. ഗോസ്റ്റിൻ്റെ ഷെല്ല് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ സോൾ എന്ന് പറയുന്ന ഒരു സാധനവും അതിൻ്റെ ഒരു മെഷീൻ എപ്പോഴാണ് മെഷീൻ മുകളിലാകുന്നത് എന്നൊക്കെയാണ് ഗോസ്റ്റിൻ്റെ ഷെല്ലിൻ്റെ ഐഡിയ. അത് മനുഷ്യൻ്റെയും സാധനം അങ്ങനെ തന്നെയാണ്. മനുഷ്യൻ്റെ മനസ്സും സാധാരണ ഒരു മനുഷ്യനും അയാൾക്ക് നോളജ് വരുമ്പോഴത്തേക്കും, അയാൾക്ക് തിരിച്ചറിവ് വരുമ്പോഴത്തേക്കും ഈ സമൂഹം കംപ്ലീറ്റ്ലി അയാളെ മിൽക്ക് ചെയ്യുകയാണെന്നും അയാളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി പാർട്ടികളും ഗവൺമെൻറ്റുകളും റിലീജിയനുകളും എല്ലാം കൂടെ ചെയ്തു വെച്ചേക്കുന്ന ഒരു സെറ്റപ്പിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും ഒക്കെ മനസ്സിലാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ നിന്ന് മാറാം. അതിപ്പോൾ എപ്പോഴും സൈഫൈ ഈസ് ഓൾവേസ് ടോക്കിംഗ് അബൌട്ട് പ്രസൻറ്റ്, ബട്ട് ഇറ്റ് ഈസ് യൂസിങ് എ മെറ്റഫർ ഓർ ഇറ്റ് ഈസ് യൂസിങ് എ സെനാരിയോ ഇൻ ദ ഫ്യൂച്ചർ. മിക്കവാറും അങ്ങനെ അല്ലാത്ത സൈഫൈസും ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് സൈഫൈയുടെ ഒരു കോർ ഐഡിയ. സോ വെൻ യു 1984 വായിക്കുമ്പോഴത്തേക്കും 1960 വായിക്കുമ്പോഴത്തേക്കും ഭാവിയിലുള്ള സാധനം എന്ന് പറയുമ്പോൾ ആ സമയം തന്നെ ആൾക്കാരുടെ വീട്ടിൽ വരുന്ന ലെറ്റേഴ്സ് പൊട്ടിച്ച് വായിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ടെലിഫോൺസ് ടാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. അപ്പം അങ്ങനെയാണ് ഞാൻ എന്തൊക്കെ പറഞ്ഞു. അതെ അതെ, എപ്പോഴും സൈഫൈ അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു കോർ ഐഡിയ. ഇപ്പോൾ വുമൺ ഇൻ ദിസ് സിനിമ മസ്തിഷ്ക മരണം, അതിനകത്ത് രജിഷ, ദിവ്യപ്രഭ, ശാന്തി, ആൻസലീം. ഓക്കെ, ഇപ്പോൾ ദിവ്യ പറഞ്ഞ പോലെ ഞാൻ ഇതിനകത്തൊരു ഇത് കണ്ടായിരുന്നു, ട്രോളൊക്കെ കണ്ടായിരുന്നു. ഇപ്പം ഫിലോമിനയുടെ ശബ്ദത്തിൽ
ദിവ്യയുടെ അതെ ഫിലോമിനമ്മയുടെ ശബ്ദത്തിൽ ദിവ്യയുടെ പെർഫോമൻസ്. അപ്പോൾ നമ്മൾ ഈ ഒരു വിദൂര ഭാവിയിൽ പ്രത്യേകിച്ച് 2046 നടക്കുന്ന ഒരു സംഭവമാണ്. ആ സമയത്ത് സ്ത്രീകൾ എങ്ങനെയായിരിക്കും? ഇപ്പം ഒരു മെൻസ് വേൾഡ് എന്നാണല്ലോ പറയുന്നത്. 2046 എങ്ങനെയായിരിക്കും വേൾഡ്? അപ്പോൾ അതിന് ഈ സിനിമ പോർട്രേ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. കൃഷാന്തിന്റെ ഇമാജിനേഷനിലുള്ളതാണെങ്കിലും നമുക്കത് കാണും, മനസ്സിലാവും. ഇപ്പത്തെ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അത് സ്ലോ ആയിട്ടാണെങ്കിലും. അപ്പം 2046 ആകുമ്പോഴത്തേക്കും എനിക്ക് പോലും ഇപ്പൊ ഞാൻ അങ്ങോട്ടൊക്കെ എത്താം. കറക്റ്റ് ആയിട്ട് തോന്നുക നമ്മൾ ആ ഒരു സ്പേസ് എക്സ്പ്ലോർ ചെയ്ത് പ്രോസസ്സ്. ഏജൻസി ഉണ്ട്, പക്ഷെ അറ്റ് ദ സെയിം ടൈം അറ്റാക്കും ഉണ്ട്. അപ്പം അല്ലേ, അങ്ങനെയല്ലേ? ഏജൻസി ഉണ്ട്, അറ്റ് ദ സെയിം ടൈം അറ്റാക്ക് ഉണ്ട്. ഇപ്പം വേറെ തരം പ്രശ്നങ്ങളുടെ ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളല്ല ആ സമയത്ത് ഫേസ് ഈ ചെയ്യുന്നത്. ബേസിക് ലെവലിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് വൻ പ്രശ്നങ്ങളൊക്കെ ദിവ്യ ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു ആക്ട്രസ് ആണ്. ഇപ്പോൾ ഒരു ആക്ട്രസ് ആകുമ്പോൾ ഈ സെലിബ്രിറ്റി സ്റ്റേറ്റസിന് ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ. ആ പ്രിവിലേജ് നമ്മൾ ലൈഫിലോട്ട് വരുമ്പോൾ നമ്മളുടെ ഇരുത്തം, നടത്തം, നമ്മളുടെ കൈയുടെ ചലനം, നമ്മളിടുന്ന കോസ്റ്റ്യൂംസ്, അതെല്ലാം ഇങ്ങനെ പബ്ലിക് ഡൊമൈനിലിട്ട് ഇങ്ങനെ കമൻസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം എവിടെ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ അത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. ഇപ്പം സംസ്ഥാന അവാർഡ് വാങ്ങാൻ പോയപ്പോൾ പിന്നിലിരുന്നത് തന്നെ അതൊരു വലിയൊരു വാർത്തയായിരുന്നു. മുന്നിൽ ആണുങ്ങൾ ഇരിക്കുന്നു, പിന്നിലാണ് കനിയും ദിവ്യ ഇരുന്നത് തന്നെ വലിയൊരു വാർത്തയായിരുന്നു. പക്ഷേ ദിവ്യ അത് ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടായിരിക്കില്ല. അപ്പം ഇത്തരം സംഭവങ്ങൾ എങ്ങനെയാണ് ഒരു പേഴ്സണൽ ലൈഫിൽ അതിനെ ഏതെങ്കിലും രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? എൻജോയ് ചെയ്യുന്ന കുറേ ഉണ്ട്, എന്റർടൈനിങ് ആണ് എല്ലാം. ഇതിൽ അങ്ങനെ വലിയ കൺസേൺ അങ്ങനെ ഇത് കൊടുക്കാറില്ലല്ലേ? ഇല്ല, അത് ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ട് എനിക്ക് അങ്ങനെയാണ്. ആവാൻ ശ്രമിച്ചിട്ടല്ല, ഓൾറെഡി അങ്ങനെയൊക്കെ തന്നെ ഞാൻ തോന്നുന്നുണ്ട്. അങ്ങനെ എഫക്റ്റഡ് ആവാറൊന്നുമില്ല. പിന്നെ ഇരിക്കുന്ന രീതി അത് ഇതൊക്കെ എല്ലാവർക്കും ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. എനിക്ക് അത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സ്ഥിരം സാധനം വരും. ദിവ്യക്ക് ഇതുകൊണ്ട് എന്ന് വെച്ചാൽ ദിവ്യ ടേക്സ് ഈ സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു കോമഡി ദിവ്യക്ക് മനസ്സിലാവും. എന്നുവെച്ചാൽ ഏത് ഹൈറാർക്കിയുള്ള ഏത് സിസ്റ്റം വർക്ക് ചെയ്യുന്നതിൻ്റെ കോമഡി ഇദ്ദേഹത്തിന് മനസ്സിലാവും. അതിൽ ആ ജോക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ജോക്ക് കാണാൻ പറ്റുമ്പോഴത്തേക്ക് റിയാക്ഷനെക്കാട്ടും കൂടുതൽ ഒരു റിഫ്ലക്ഷനാണ് വരുന്നത്. ഒരു നിസ്സംഗത, എന്തെങ്കിലും ആവട്ടെ എന്നുള്ളത്. ലൈറ്റ്നെസ് ഉണ്ട്. അങ്ങനെ ആള് ലൈഫിൽ ഭയങ്കര ജോളിയാണ്, ഭയങ്കര റിലാക്സ്ഡ് ആണ്. അപ്പോൾ അത് ഭയങ്കര സമാധാനമാണ്. മീഡിയക്കാർ ഈ ചോദ്യം കനിയോട് ചോദിച്ചപ്പോൾ കനി പ്രത്യേകിച്ച് അങ്ങനെ ഉത്തരവൊന്നും പറയാൻ കറക്റ്റ് അല്ലേ? ബെസ്റ്റ് ആക്ട്രസ് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നിരഞ്ജൻ ഒരു ഷൂട്ട് ചെയ്യുന്ന ഒരു വിഷ്വൽ ഞാൻ കണ്ടായിരുന്നു. ഒരു ഫോക്ക് സ്റ്റൈൽ ഡ്രസ്സൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു വിഷ്വൽ കണ്ടു. അതിന് തൊട്ട് മുന്നിൽ പോലീസുകാര് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ പോലീസുകാരെയാണോ ഷൂട്ട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇപ്പൊ ഞാൻ ഈ പെണ്ണുങ്ങളുടെ അവസ്ഥ ഞാൻ ചോദിച്ചല്ലോ 2046 ആ സമയത്ത് ആണുങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? എനിക്കാണ് നീതി ലഭിക്കുക. അല്ല, ഇപ്പൊ ഒരു മെൻസ് വേൾഡിന്റെ ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ. ആ സമയത്ത് 46 ആകുമ്പോ എന്തായിരിക്കും ആണുങ്ങളുടെ ഒരു അവസ്ഥ എന്നുള്ളത്? അവരത് ഉപയോഗിക്കാനൊക്കെ നോക്കുന്നുണ്ട് അപ്പോഴും. പക്ഷെ അത് അങ്ങനത്തെ സംഭവം എനിക്ക് അറിഞ്ഞൂടാ. അത് എങ്ങനെയാണ് വേൾഡ് എന്തെങ്കിലും കാര്യത്തിൽ ചേഞ്ച് വരും എന്നുള്ളതിൽ എനിക്കൊരു അറിഞ്ഞൂടാത്തൊരു സംഭവമാണ്. കാരണം ഇങ്ങനെ ആൾക്കാർ മരിക്കുന്നു, ജനിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ പുതിയ ആൾക്കാർ പുതിയ മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്ത് അല്ല, ഇപ്പൊ നമ്മളുടെ ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉണ്ടല്ലോ, ആൾക്കാരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള സൈബർ പങ്കിന്റെ കോൺസെപ്റ്റ്. അപ്പൊ നിങ്ങളുടെ ഒരു മെന്റൽ ഹെൽത്ത് ഒക്കെ എങ്ങനെയായിരിക്കും? ഭയങ്കര മോശമായിരിക്കും. ഇപ്പോഴേ മോശമായിക്കൊണ്ടിരിക്കല്ലേ, നമുക്കെല്ലാം വട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ക്രൈം റേറ്റ് കൂടും, അങ്ങനെയൊക്കെ. ക്രൈം റേറ്റ് കൂടും തീർച്ചയായിട്ടും. വേറെ ടൈപ്പ് ക്രൈമുകളൊക്കെ ആയിരിക്കും. എന്തൊക്കെയാണ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ക്രൈമുകളും. ഡിപ്പെൻഡൻസി കൂടും എന്ന് തോന്നിയിട്ടുണ്ട്. ടെക്നോളജി വൈസ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ടെക്നോളജി. ഓക്കെ, ഇപ്പോൾ കൃഷാന്തിൻ്റെ പൊളിറ്റിക്സും ബാക്കിയുള്ളവരുടെ പൊളിറ്റിക്സ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ പൊളിറ്റിക്കൽ അന്നത്തെ പഴയ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആയിരിക്കില്ല ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. ഈ സിനിമയിലെ സോങ്ങുമായിട്ട് ബന്ധപ്പെട്ട് രജിഷയ്ക്ക് ഒരുപാട് ഇതുപോലെ വിമർശനങ്ങൾ വന്നായിരുന്നു. അപ്പോൾ രജിഷ തന്നെ പറഞ്ഞത്, ഇപ്പോൾ കൃഷാന്തിൻ്റെ എന്നെ കൺവിൻസ് ചെയ്യിപ്പിച്ചു, കൃഷാന്ത് ആസ് എ ഡയറക്ടർ എന്നെ കൺവിൻസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ പൊളിറ്റിക്സിന് ഒരുപാട് ചേഞ്ച് വന്നേക്കാം, കാലക്രമേണ ഒരുപാട് ചേഞ്ച് വന്നേക്കാം. കൃഷാന്തിൻ്റെ ആ ഒരു കൺവിക്ഷൻ കേട്ടപ്പോഴാണ്
ഞാൻ ഈ സോങ്ങിൽ അഭിനയിക്കാൻ തയ്യാറായെന്നുള്ളതാണ്. അപ്പോൾ കൃഷാന്ത് എങ്ങനെയാണ് രജിഷയെ കൺവിൻസ് ചെയ്യിപ്പിച്ചത്? ഞാൻ രജിഷയുടെ പുറകെ നടന്ന് ഒരു 5000 പ്രാവശ്യം ഇത് ചെയ്യോ ചോദിച്ചു. അപ്പോൾ രജിഷ പറഞ്ഞ് ചെയ്യത്തില്ല എന്ന്. അപ്പോൾ പിന്നെ ഞാൻ പ്ലീസ് ഇത് ചെയ്തില്ലെങ്കിൽ, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചു, ഇതിലിങ്ങനെ ഒരു സാധനം വേണം, അപ്പോൾ അത് നിങ്ങൾ കംഫർട്ടബിൾ ആവുമോ എന്ന് ചോദിച്ചു. ബാക്കി സ്ക്രിപ്റ്റും കൂടെ അയക്കാൻ പറഞ്ഞു. അവർ വായിച്ചു, എന്നിട്ട് ചെയ്യാമെന്ന് എഗ്രി ചെയ്തു. കാരണം അത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ക്യാരക്ടറിൻ്റെ ജേർണിയുടെ ഭാഗം തന്നെയാണ്. അപ്പം അത്രേ ഇത് അതിൻ്റെ സോങ് മനസ്സിൽ വെച്ചോണ്ട് ഒരാൾ പടം തിയേറ്ററിൽ കാണാൻ കയറി കഴിഞ്ഞാൽ പടം ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ആ സോങ്ങിനെ പറ്റിയുള്ള കാര്യമേ മറന്നു. പിന്നെ പിന്നെ ആലോചിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൺവിൻസ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മൾ നമ്മുടെ ഈ ഒരു ഇതാണ് നമ്മുടെ സ്ക്രീൻ പ്ലേ, ഇതിലിങ്ങനത്തെ റിക്വയർമെൻറ്റ്സുകളുണ്ട്, അപ്പോൾ ഇതാണ് ദിസ് ഇസ് ഹൗ ദ സ്ക്രീൻ പ്ലേസ്. അപ്പം നമ്മൾ ആ ഒരു എഗ്രിമെൻറ്റിൽ അങ്ങ് എത്തി എന്നുള്ളതാണ്. അപ്പോൾ അത് അവർക്ക് ഈ ആർട്ട് വർക്ക് വായിക്കുമ്പോഴത്തേക്ക് അതിലിത് വേണമെന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള അവരുടെ ഒരു ബ്രെയിൻ സ്പേസ് ഉള്ളതുകൊണ്ട് അവരത് ചെയ്തു. അങ്ങനെ ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ കൃഷാന്ത് ഇന്ത്യൻ്റെ ഡയറക്ടറാണ്. ഇപ്പോൾ കൃഷാന്ത് ഇപ്പം ഇങ്ങനെയുള്ളൊരു സിനിമ ചിന്തിക്കുമ്പോൾ പഴയ നടന്മാരെ നടിമാരെ എപ്പോഴെങ്കിലും മിസ് ചെയ്യാറുണ്ടോ? സപ്പോസ് ഇതിപ്പോൾ 80കൾ നടക്കുന്ന ഒരു കഥയാണെങ്കിൽ, ഈ ഒരു കഥ 80കളിലേക്ക് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ദിവ്യപ്രഭയ്ക്ക് പകരം നിരഞ്ജന് പകരം ആരെയായിരിക്കും കൃഷാന്ത് കാസ്റ്റ് ചെയ്യുക? ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. ഞാൻ DPക്ക് പകരം ഞാൻ ഫിലോമിനെ തന്നെ കാസ്റ്റ് ചെയ്യും. ഓക്കെ, ഫിലോമിനെ തന്നെ കാസ്റ്റ് ചെയ്യും. നിരഞ്ജന് പകരം നിരഞ്ജനും പറയാൻ കേട്ടോ, റഹ്മാനൊക്കെ കാസ്റ്റ് ചെയ്യുമായിരിക്കും ആ സമയത്ത്. ആ സമയത്ത് റഹ്മാനെ കാസ്റ്റ് ചെയ്യും. രജിഷയ്ക്ക് പകരം ശോഭനെ കാസ്റ്റ് ചെയ്യും. അടിപൊളി. അല്ല, കൃഷാന്ത് അങ്ങനെ മിസ് ചെയ്യുന്നുണ്ടോ അവരെയൊക്കെ? എനിക്ക് ആരെയും അങ്ങനെ മിസ് ചെയ്യുന്നില്ല ഞാൻ. അല്ല എന്ന് വെച്ചാൽ ആക്ടേഴ്സിനെ നമ്മൾ അങ്ങനെ ചിന്തിക്കത്തില്ലെന്നേ. അതെനിക്ക് തോന്നുന്നത്. അല്ല, ഇപ്പൊ ഇങ്ങനെ ഒരു സിനിമ എഴുതുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ കൃഷ്ണൻകുട്ടി നായർ സാറിനെ മിസ് ചെയ്തു. എനിക്കൊരു ക്യാരക്ടർ എഴുതിയപ്പോഴത്തേക്കും, സീരീസിലൊരു ക്യാരക്ടർ എഴുതിയപ്പോൾ കൃഷ്ണൻകുട്ടി നായർ സാർ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ, അതുപോലെ തന്നെ ജഗന്നാഥ് വർമ്മ, അവരെയൊക്കെ അങ്ങനെയല്ല, ഇറ്റ്സ് വെരി ഈസി ടു ഇവരെ ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ. അപ്പം ഞാൻ പറയുമ്പോഴത് ജഗന്നാഥ് വർമ്മ സാറിനെ പോലത്തെ ഒരു ക്യാരക്ടറാണ് എന്നൊക്കെ പറയാൻ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ മിസ്സായിട്ട് ചെയ്യുന്നില്ല. ആക്ച്വലി എൻ്റെ അടുത്ത് ഇതിലൊരു സീൻ ചെയ്യുന്നതിന് മുമ്പ് ഞാനിങ്ങനെ പോയി ചോദിക്കുമായിരുന്നു ഇങ്ങനെ അപ്പോൾ ഈ ആ പെർട്ടിക്കുലർ സീനിൽ എനിക്ക് ഫിലോമിനെ സജസ്റ്റ് ചെയ്തായിരുന്നു, റെഫറൻസ് പോലെ. ഇപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ലാലേട്ടൻ പടം. ലാലേട്ടൻ എങ്ങനെ ഡിറ്റക്റ്റീവായിട്ട് ലാലേട്ടൻ എങ്ങനെ അവതരിപ്പിക്കാം? അച്ഛനാണ് പ്രൊഡ്യൂസർ എന്ന് കേട്ടു. അതിന്റെ എന്തെങ്കിലും അപ്ഡേഷൻ? അതിന്റെ ഇനിയൊരു വരുമ്പോഴത്തേക്ക് വേറൊരു അനൗൺസ്മെന്റ് ആയിരിക്കും. അതൊരു രസമുള്ള ചേഞ്ച് ഉണ്ടായിരിക്കും അതില്. പക്ഷെ അതില് വേറൊരു സാധനമായിരിക്കും. ലാലേട്ടന്റെ ഒരു ഗെറ്റപ്പിലും ലുക്കിലൊക്കെ അതൊന്നും പറയുന്നില്ല, ഇപ്പോഴൊന്നും റിവീൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതെ അതെ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എപ്പോഴും ഫ്യൂച്ചറാണ് ചിന്തിക്കുന്നത്. ഇതേപോലെ 70കളിലും 60കളിലും പ്ലേസ് ചെയ്തൊരു കഥ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ എപ്പോഴെങ്കിലും? അല്ല, ഇതിന് ഫ്യൂച്ചറിനും പാസ്റ്റിനും ബഡ്ജറ്റ് കൂടുതലാവും. അപ്പം അതിനനുസരിച്ച് ചിന്തിക്കുക എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ബഡ്ജറ്റ് എപ്പോഴും മനസ്സിൽ കാണുമല്ലേ? അതെ അതെ. അല്ല, നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴത്തേക്കും ബഡ്ജറ്റ് മൈൻഡിൽ കാണും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 4.5 ഗാങ്സിൽ നമ്മൾ 94 തൊട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അത്രയും ബഡ്ജറ്റ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഇതിൽ നമുക്ക് അതുപോലെ ബഡ്ജറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ ഒരുവിധം ബഡ്ജറ്റ് വെച്ചിട്ട് നമുക്ക് കാണിക്കാനൊക്കെ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് ചിന്തിക്കാൻ നോക്കാറുള്ളൂ. ഇപ്പം കൃഷാന്ത് നല്ലൊരു നടനും കൂടെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ കൃഷാന്ത് ഈ സ്ക്രിപ്റ്റ് എഴുതപ്പോൾ ഉണ്ടല്ലോ, ഇപ്പം നിരഞ്ജൻ്റെ റോൾ എഴുതുമ്പോൾ പെർഫോം ചെയ്ത് എഴുതാറുണ്ടോ? ഞാൻ പെർഫോം ചെയ്ത് എഴുതാറുണ്ട്. എല്ലാവരും ക്യാരക്ടർ പെർഫോം ചെയ്ത് എഴുതാറുണ്ട്. അങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ അങ്ങനെ പെർഫോം ചെയ്ത് എഴുതുമ്പോൾ കിട്ടുന്ന ഒരു എന്താണ് അതിൻ്റെ ഒരു ഔട്ട്കം എന്താണ്? കുറച്ചുകൂടെ ഒരു ആ എഴുത്തിലൊരു ഫ്ലോ കൂടുതൽ. ഞാൻ പെർഫോം ചെയ്ത് എഴുതത്തില്ല, ഈ പെർഫോം എല്ലാം റെക്കോർഡ് ചെയ്ത് അത് ഞാൻ ഫോണിൽ അല്ലെങ്കിൽ ലാപ്പിൽ ഓഡാസിറ്റി റെക്കോർഡ് ചെയ്തിട്ട് ഫുൾ സീൻസും എല്ലാം ആ സീൻ ഫുള്ള് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ ഞാൻ തൊഴിൽ പോലെ ഇരുന്നിട്ട് ഇത് ടൈപ്പ് ചെയ്ത് എന്നിട്ട് അയച്ചു കൊടുക്കും. അപ്പോൾ ഇവര് കൃഷാന്തനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്തും അഭിനയിച്ചും കാണിച്ചു തരും. പക്ഷെ ഒരിക്കലും ഞാൻ കൃഷാന്തനെ ചെയ്യുന്ന പോലെ ചെയ്ത് കാണിക്കണമെന്ന് പറയില്ല. നിങ്ങൾക്ക് എന്താണ് ചെയ്യുന്നത് കാണിക്കാൻ പറയും. അത് വർക്കാവുന്നില്ലെങ്കിൽ പറയും എന്നാ ഇതുപോലെ ചെയ്താൽ. മിസ്ലീഡ് ചെയ്യത്തില്ല. ചില ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ചെയ്യണം, അത് എനിക്കും വർക്കല്ല, പക്ഷെ ഇത് ചില സാധനങ്ങൾ ഇട്ട് തരുള്ളൂ.
ഓക്കെ. അതെ അതെ എന്ന് വെച്ചാൽ ഇവര് ഡിസ്കവർ അവരുടെ ജോലിയല്ലേ അത്. ആ പോസിബിലിറ്റി പോകും. പക്ഷെ അങ്ങനെയല്ല, പക്ഷെ നമ്മളെ നമുക്ക് ഡിസ്കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സംഭവം. അതെ എലമെന്റ്സ് ഇട്ട് അത് ദിവ്യ ഞാനും അത് ഭയങ്കരമായിട്ട് ജാം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. ലോങ് ഡയലോഗ്, ഷീസ് ലൈക്ക് ലോങ് ഡയലോഗ്സ്. അതിനൊരു കാർട്ടൂൺ നേച്ചറും ഉണ്ട് ആ ഡയലോഗ്സിനൊക്കെ. അറ്റ് ദ സെയിം ടൈം അത് കാർട്ടൂൺ അങ്ങ് എത്താനും പാടില്ല, അതിന്റെ അടുത്ത് തന്നെ നിൽക്കുകയും കുറെ വേണം. മോണോലോഗ്സ് പോലെ ഈ കോർട്ട് റൂം ഡ്രാമ ഉണ്ട്. അപ്പൊ അത് ട്രിക്കിയാണ്. കാരണം എഴുതി വെച്ചേക്കുന്ന പല സാധനങ്ങളും ലീഗല് പോലെ എഴുതിയേക്കുന്ന കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ ലീഗല് പോലെ എഴുതിയേക്കുന്ന സംഭവങ്ങൾ ഒരു രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ ഇത് ബോറടിക്കും. അപ്പൊ ഇതിനൊരു താളത്തിൽ തന്നെ പറയണം, ആ ഒരു ബീറ്റിൽ തന്നെ പറഞ്ഞു വേണം. അപ്പൊ അത് എന്നാ കൺവിൻസിങ് ആവും വേണം. ഈ ക്യാരക്ടർ ബിലീവ് ഇവര് പറയാണല്ലോ, അതെ അതെ. അത് അങ്ങനെ അഡാപ്റ്റ് ചെയ്ത് രസമായിരുന്നു, ട്രിക്കി ആയിരുന്നു. ആ ട്രിക്കി തന്നെയായിരുന്നു അത്. ഇത് ഞാൻ കുറച്ച് ആക്ടേഴ്സിൻ്റെ പേര് വിട്ടുപോയി. ഇപ്പം ശാന്തി, വിഷ്ണു അഗസ്ത്യ, ജഗദീഷ് സാറ്. അപ്പം ഞാൻ നേരത്തെ ചോദിച്ചല്ലോ 80കളിൽ പ്ലേസ് ചെയ്യണമെങ്കിൽ ഇവരുടെയൊക്കെ റോൾ എന്തായിരിക്കും എന്ന്. അപ്പം ശാന്തിയായിട്ട് ആരായിരിക്കും? ശാന്തിയായിട്ട് എനിക്ക് ആരൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും? അമലയൊക്കെ പ്ലേസ് ചെയ്യാം. പക്ഷെ കറക്റ്റ് സുകുമാരിയായിട്ടൊക്കെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വിഷ്ണു അഗസ്ത്യയോ? അത് നെടുമുടി വേണം പ്ലേസ് ചെയ്യാം. സൂപ്പർ. ഏതായാലും സിനിമ നമ്മളെല്ലാവരും കാണാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. കാരണം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രൗഡ് മൊമെൻ്റ് ആണ്. കാരണം ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു ലെവലിലുള്ളൊരു പടം എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടല്ലോ, വേറൊരു മലയാള സിനിമയൊക്കെ വേറൊരു ലീഗിലേക്ക് എത്തിക്കുന്ന ഒരു പടമായി മാറട്ടെ എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുകയാണ്. മലയാള സിനിമയ്ക്ക് ഒരു അഭിമാന നിമിഷം ഈ സിനിമയിലൂടെ കിട്ടട്ടെ എന്നുള്ളത്. ഏതായാലും താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.